നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തി കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായിയിൽ ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. 50 മീറ്ററിലധികം നീളത്തിലാണ് വിള്ളൽ. ഇവിടെ സർവീസ് റോഡിലും വിള്ളൽ കണ്ടെത്തി. കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ നിരന്തരം കുന്നിടിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. മഴക്കാലമായിട്ടില്ല. വേനൽ മഴ ഒന്ന് തിമിർത്ത് പെയ്തപ്പോൾ ചെറുവത്തൂർ മട്ടലായിയിലെ ദേശീയപാതയിൽ കാഴ്ച ഇങ്ങനെയാണ്. മട്ടലായി ശിവക്ഷേത്രത്തിന് സമീപത്താണ് 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. ഇവിടെ റോഡ് അമർന്ന നിലയിലുമാണ്. വിള്ളൽ പുറത്തു കാണാതിരിക്കാൻ റോഡിലെ ടാറിംഗ് മുഴുവൻ പൊളിച്ചു മാറ്റുകയാണ് നിർമ്മാണ കരാറുകാർ. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടത്. ചെറിയ മഴയിൽ തന്നെ വീണ്ടും ദേശീയപാത തകരാൻ തുടങ്ങിയത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. വെള്ളം പോകേണ്ട ഒരു സംവിധാനം ഇവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഈ പിലിക്കോട് നിന്ന് വരുന്ന സൈഡിൽ നിന്നും മേൽപ്പാലത്തിന് മുകളിൽ വരുന്ന സൈഡിൽ നിന്നും മട്ടലായിൽ നിന്ന് വരുന്ന സൈഡിൽ നിന്നും 2 ഹൈവേയിലെ വെള്ളം വന്നിട്ട് ഈ സ്ഥലത്താണ് സ്റ്റോർ ചെയ്യുന്നത്. അത് മൊത്തം കെട്ടിയിരുന്നു. ഈ കാണുന്ന താഴ്ച ഭാഗം ഏകദേശം ഒരു 3-4 ബിൽഡിങ്ങിൻ്റെ ഹൈറ്റുള്ള പ്രദേശമാണ് ഇവർ കോൺക്രീറ്റ് വാൾ വെച്ച് കെട്ടി ഉയർത്തിയിരിക്കുന്നത്. അത്രയും സ്ഥലത്ത് മണ്ണ് മര്യാദ കംപ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് റോഡ് തകർന്നും കുന്നിടിഞ്ഞും വലിയ ദുരന്തമാണ് ഈ മേഖലയിലുണ്ടായത്. വിള്ളലിൽ മഴവെള്ളം ഇറങ്ങാനിടയായാൽ വിള്ളൽ വലുതായി വലിയ അപകടങ്ങൾക്ക് തന്നെ സാധ്യതയുണ്ട്. അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.